കുറച്ച് പേപ്പർ എടുക്കാറുണ്ടാവും. എന്നാൽ ഇതുപോലെ ഒരു മിനി ഓർഗനൈസർ ഉണ്ടാക്കുക. 15x50 സെന്റിമീറ്റേഴ്സിൽ വരുന്ന 6 പേപ്പേഴ്സ് എടുക്കുക. എന്നിട്ട് 6 പേപ്പേഴ്സും ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഫോൾഡ് ചെയ്താൽ. ഈ ഫോൾഡിംഗ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ആക്കുന്നില്ല, കാരണം അത് കൺഫ്യൂസ് ആവും. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. ഞാൻ എന്ത് വീഡിയോ ചെയ്താലും അതിൽ കുറച്ച് പേർക്കെങ്കിലും പരാതി കാണും, കാരണം ഈ സാധനങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്നും പറഞ്ഞിട്ട്. പേപ്പർ ഇല്ലാന്ന് പറയരുത്. ഇത് പേപ്പേഴ്സ് മാത്രം വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസറാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ചാർട്ട് പേപ്പേഴ്സ് ആണ്. നിങ്ങൾ നോർമൽ നോട്ട്ബുക്ക് പേപ്പേഴ്സ് എടുത്താലും മതി. ഫോൾഡിംഗ് ഒക്കെ കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നുമെങ്കിലും ട്രസ്റ്റ് മീ, ഇത് അത്രയ്ക്ക് ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചെയ്ത് നോക്കുമ്പോഴാണ് എനിക്കത് റിയലൈസ് ആയത്. 2 ടൈപ്പ് ഓഫ് കളർ പേപ്പേഴ്സ് വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. ഈ ഫസ്റ്റത്തെ 6 ഒരു കളറിലും പിന്നെ വരുന്ന 3 വേറൊരു കളറിലും ചെയ്താലും അങ്ങനെയും അടിപൊളിയായിരിക്കും. പക്ഷേ എനിക്ക് വൈറ്റ് ആവണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എല്ലാം വൈറ്റ് പേപ്പേഴ്സിൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഫോൾഡ് കഴിഞ്ഞാൽ ഇതുപോലൊരു സംഭവം കിട്ടും. ഇനി ഈ കാണുന്ന സൈഡ്സ് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ 6 ഉണ്ടാക്കുക. അതിൽ 2 ഇതുപോലെ ഒന്ന് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ ഒട്ടിച്ച് വരുമ്പോൾ ഓർഗനൈസറിന്റെ ഒരു ബേസ് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രോസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനായിട്ട് വീണ്ടും 20x20 സെന്റിമീറ്റേഴ്സിൽ വരുന്ന 3 പേപ്പേഴ്സ് എടുത്തിട്ട് 3 ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കും. ഇതും നോക്കിയിട്ട് ചെയ്തോ, എക്സ്പ്ലെയിൻ ആക്കുന്നില്ല, കാരണം കൺഫ്യൂസ് ആവും. നോക്കി ചെയ്യുന്നതായിരിക്കും എളുപ്പം. സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ എനിക്ക് വലിയ ഒരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം സെറ്റായി. നിങ്ങൾക്ക് ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണുന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്നൊന്ന് കമന്റ് ചെയ്താൽ മതി. ഞാനത് നെക്സ്റ്റ് ടൈം ഉണ്ടാക്കാൻ ശ്രമിക്കാം. പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ആർ യു ഡൂയിങ് ഇങ്ങനത്തെ സിലി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ? See, crafting is like a therapy to me. Like when I fold paper, cut shapes and build something from nothing. It's not just about organizing my space. It's about calming my mind. Coming back to നമ്മളുടെ ഓർഗനൈസർ, ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയോ? എവറി ടൈം നിങ്ങളത് ഓപ്പൺ ചെയ്യുമ്പോൾ യു നോ ഇറ്റ് ഈസ് ക്രാഫ്റ്റഡ് വിത്ത് ലവ് ബൈ യു. നിങ്ങളുടെ സ്പേസിലേക്ക് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ യൂസ്ഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം, അതും വിത്ത് ജസ്റ്റ് പേപ്പേഴ്സ് ബട്ട് ഫുൾ ഓഫ് ഹാർട്ട്. ഇസന്റ് ദാറ്റ് നൈസ്? അങ്ങനെ നമ്മളുടെ ഡ്രോസൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് 3 അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതൊക്കെ ഇതുപോലെ ഒട്ടിച്ചെടുത്താലും മതി. ഇനി ഡ്രോസൊക്കെ വലിക്കാനൊരു ഹാൻഡിൽ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ഓഫ് പേപ്പർ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചെടുത്താൽ കുട്ടി ഹാൻഡിലും റെഡിയായി. ഇനിയുള്ളത് നമ്മളിതൊന്ന് ഡെക്കർ ചെയ്യാണ്. സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് റാൻഡമായിട്ട് ഒട്ടിച്ചെടുത്തിട്ട്. ഇത് ശരിക്കും ഇത്ര പ്രിറ്റി ആയത് ഈ സ്റ്റിക്കേഴ്സ് വന്നേ പിന്നെയാണ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്രിയേറ്റീവ്, ക്യൂട്ട് ആൻഡ് ഹാർട്ട് വാർമിംഗ് ആയിട്ടുള്ള DIYs ഇഷ്ടമാണെങ്കിൽ മേക്ക് ഷുവർ ടു ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഈ പിങ്ക് ഓർഗനൈസർ ഓർക്കുന്നുണ്ടാവും, നമ്മൾ മിനിസോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും പ്രിറ്റി ആയിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയതല്ലേ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് ക്രാഫ്റ്റിംഗ് ഈസ് യുവർ തെറാപ്പി ടു.